ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ സാറ്റർഡേ എടുത്തിട്ടുള്ള വ്ളോഗാണ്. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേനും തന്നെ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. തലേ ദിവസം രാത്രിയും മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ രാവിലെ ആമി സ്കൂളിൽ ഇന്ന് പോകുന്നുണ്ട്. ആമി സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹാഫ് വർക്കിംഗ് ഡേ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആമിക്ക് ഇന്ന് ലഞ്ച് ഒന്നും കൊണ്ടുവേണ്ട കാര്യമില്ലായിരുന്നു. ആമിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. സ്നാക്സ് കൊടുത്തു വിടണമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആമി സ്കൂളിലേക്ക് പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അവൾ പോയതിന് ശേഷമാണ് ഞാനിന്ന് കുളിച്ചിട്ടുള്ളത്. സാധാരണ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ കുളിക്കും. പക്ഷേ ഇന്ന് എനിക്ക് രാവിലെ ടൈം കിട്ടിയില്ല. എഴുന്നേറ്റപ്പോഴും കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. എന്നും 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഇന്ന് എഴുന്നേറ്റപ്പോഴത്തേനും 7 മണിയായി കേട്ടോ. അതുകൊണ്ട് പിന്നീട് അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനിന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് കൈയോടെ തന്നെ തുണികൾ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മെഷീനിൽ കൊണ്ടുവന്ന് ഇട്ടു. പിന്നെ അതിന് ശേഷം കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. സാധാരണ എനിക്കങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും വരാറില്ല. കാരണം ഞാൻ മാക്സിമം ഡെയിലി എന്തെങ്കിലും ചെറിയ ക്ലീനിങ് ഒക്കെ ചെയ്ത് പോകാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ദിവസം ഞാനങ്ങനെ മാറ്റി വയ്ക്കാറില്ല കേട്ടോ. പിന്നെ മന്ത്ലി ക്ലീനിങ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ രാവിലെ തന്നെ ആമി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി ഇടാനായിട്ട് പറ്റും. അവൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല കേട്ടോ. ഞാനൊരു സൈഡിൽ നിന്ന് ഒതുക്കുമ്പോഴത്തേനും അവൾ മറ്റേ സൈഡിൽ നിന്ന് വലിച്ചു വാരി ഇടാനായിട്ട് തുടങ്ങും. ഹാളിലാണ് ഏറ്റവും കൂടുതൽ ആമിയുടെ സാധനങ്ങൾ കിടക്കുന്നത്. ആമി 8:30 ആയപ്പോഴത്തേനും സ്കൂളിൽ പോയിട്ടുണ്ട്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഉണ്ട് അമ്മ ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ അടുത്ത് അമ്മ ഡെയിലി ഫോൺ ചെയ്യുമെന്ന് 3-4 തവണ വിളിക്കാറുണ്ട്. അപ്പോൾ രാവിലെ വിളിക്കുന്ന സമയമായിട്ടുണ്ട്. ഒരു 9-9:30 ആകുമ്പോഴത്തേനും അമ്മ എപ്പോഴും എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ എന്നെ രാവിലെ ഫോൺ ചെയ്തു. അപ്പോൾ അമ്മയോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ കുറേ ജോലികൾ അങ്ങ് നടക്കും. അച്ഛൻ വിളിച്ചാലും അമ്മ വിളിച്ചാലും ആര് വിളിച്ചാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയിലായിരിക്കും കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് ഫോൺ ചെയ്യാനായിട്ട് പ്രത്യേക സമയമൊന്നും കണ്ടുപിടിച്ച് വെച്ചിട്ടൊന്നുമില്ല. എപ്പോഴാണോ അവർ വിളിക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും പണിയിലാണെങ്കിൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ജോലിയും ചെയ്യും, അവരോട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ആ ഒരു ചെരുപ്പ് സ്റ്റാൻഡിൽ കുറേ ചെരുപ്പുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ എടുത്ത് കളയാനായിട്ട് ഞാൻ ഇന്ന് പോകുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഇട്ടിരുന്ന വ്ളോഗിൽ ഞാൻ കുറേ തുണികൾ, പഴയ തുണികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഓർഫനേജിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേനും അവർക്ക് കൊടുക്കും. പിന്നെ തീരെ കൊള്ളില്ലാത്തത് കൊണ്ടുപോയി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല ചിങ്ങമാസമൊക്കെ വരുമല്ലേ, അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റണം. പഴയ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം. ഞാനങ്ങനെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കുന്നുകൂട്ടി ഇടാറില്ല കേട്ടോ. തുണികളാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും ഒക്കെ. അപ്പോൾ അങ്ങനെ കുറേ ചെരുപ്പുകൾ അഴുക്ക് പിടിച്ചതുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ പൊട്ടിപ്പോയതും പൊളിഞ്ഞതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം കൈയോടെ തന്നെ ഞാൻ നമ്മുടെ ബാൽക്കണിയുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ രാവിലെ ഹസ്ബൻഡ് പോയിട്ട് മേലെ ചെടികൾക്ക് വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് കയറിയിട്ടില്ല ടെറസിലേക്ക്. അങ്ങനെ കൈയോടെ തന്നെ ഞാൻ എന്തായാലും ബാൽക്കണിയും കൂടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് മഴ പെയ്തുകൊണ്ടില്ലേ, ഈ ബാൽക്കണിയുടെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ചെടിച്ചട്ടിയിൽ നിന്നുള്ള വെള്ളം തെറിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ മണ്ണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രില്ലൊക്കെ ആകെ വൃത്തിയായിട്ട് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഓർത്തു അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. നമ്മുടെ ഗ്രില്ലൊക്കെ ഒന്ന് തുരുമ്പൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ശരിക്കും ആ ഫ്രണ്ടിൽ വരുന്നൊരു പോർഷൻ അവിടെ ഒരു കട്ട് പീസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡോറ് പോലത്തെ ഒരു മോഡലിൽ ഫ്രണ്ടിലത്തെ അതായത് ചെടിച്ചട്ടി ഇരിക്കുന്ന ആ പോർഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ കട്ടിൽ, അങ്ങനത്തെ അലമാര, പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വീട്ടിനുള്ളിലേക്ക് കയറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്രില്ലിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അത് നമ്മൾ പിന്നീടാണ് ചെയ്തത്. ആദ്യമേ നമ്മളത് പ്ലാൻ ചെയ്യാതെയാണ് ചെയ്തത്. കാരണം ഞങ്ങൾ ഡൈനിങ് ടേബിൾ എടുത്തപ്പോഴത്തേനും അത് കൊണ്ട് കയറുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെയാണ് പിന്നീട് അത് ഗ്രില്ല് ചെയ്യുന്ന ആളിനോട് പറഞ്ഞിട്ട് കട്ട് ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിൽ പെയിൻ്റ് അടിക്കാനായിട്ട് വിട്ടുപോയി. അതുകൊണ്ട് ഒരുപാട് തുരുമ്പെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട് വയ്ക്കുന്ന സമയത്തേ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് നമുക്ക് ബാൽക്കണി വേണമെന്നുള്ളത്. ചെറുതാണെങ്കിലും ഒരു ബാൽക്കണി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ആ ഒരു ബാൽക്കണി അങ്ങനെ ചെയ്തു തന്നത്. നമ്മൾ അവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാൽക്കണിയിൽ ആ ഒരു ഗ്രാസ് മാറ്റൊക്കെ ഇടാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മഴ പെയ്താൽ വെള്ളം കെട്ടുന്ന സ്ഥലം ആയതുകൊണ്ടാണ് പിന്നെ അതിനൊന്നും നിൽക്കാത്തത് കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ലിവിങ് റൂമാണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂം നമ്മൾ മേക്ക് ഓവർ ചെയ്ത സമയത്ത് ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കിച്ചൺ ടൂർ ചെയ്ത സമയത്തും ഞാൻ കിച്ചൺ ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാത്തതാണ്, എല്ലാം ക്ലീനിങ്ങും കൂടി കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ലിവിങ് റൂമാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ഡെയിലി ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ വീട് വൃത്തിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ചെറുതായിട്ടെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുവാണെങ്കിൽ നന്നായിരിക്കും. കാരണം എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആരോഗ്യം ഉണ്ടായിരുന്നിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, ചിലപ്പോൾ നമുക്ക് മൂഡ് കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എപ്പോഴാണോ നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് തോന്നുന്നത് ആ സമയത്ത് അങ്ങ് ക്ലീൻ ചെയ്ത് ഇട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കുറച്ചെങ്കിലും ക്ലീനിങ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കാനായിട്ട് തുടങ്ങും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഹോസ്റ്റലൊക്കെ നിന്ന് പഠിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തരുന്ന സ്പേസ് മാക്സിമം വൃത്തിയായിട്ട് വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിലെ കുട്ടികളൊക്കെ പറയുമായിരുന്നു, എൻ്റെ ജൂനിയറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയെ കണ്ടിട്ടാണ് ഞാനും ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കാനൊക്കെ തുടങ്ങിയെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഈ ഒരു ശീലം കിട്ടിയത് എൻ്റെ അച്ഛനിൽ നിന്നാണ് കേട്ടോ. അച്ഛൻ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടാണ് വീട് ഇട്ടേക്കുന്നത്. അപ്പം ഞാനതൊക്കെ കണ്ടു വളർന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ഇടണമെന്നുള്ളത്. ഞാൻ കല്യാണം കഴിയുന്നതിന് മുന്നേയും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ റൂം വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ അത്ഭുതം തോന്നാറുണ്ട്. കാരണം നന്നായിട്ട് അടുക്കും ചിട്ടയോടും കൂടിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. വീട് എനിക്ക് തനിയൊരു റൂമുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതിൽ എൻ്റെ ടെക്സ്റ്റ് ബുക്കും എല്ലാം ഞാനിങ്ങനെ അടുക്കി പെറുക്കി വെച്ചേക്കും. പക്ഷേ എൻ്റെ അനിയനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്, എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. ബുക്സും ബാഗും എല്ലാം കൂടി ബെഡിൽ ഇങ്ങനെ വലിച്ചു വാരി നിരത്തിയിട്ടിട്ട് അതിൻ്റെ മേലെ കിടന്നുറങ്ങുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരാണ്. അടുക്കും ചിട്ടയുടെ കാര്യത്തിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞാനും എൻ്റെ അനിയനും തമ്മിൽ. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെയൊക്കെ വെക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് അവരും എന്നോടൊപ്പം സഹകരിച്ച് തുടങ്ങിയത്. പ്രത്യേകിച്ച് അമ്മയും കൂടി ഇല്ലാത്തത് കൊണ്ട്, പിന്നെ പൊതുവെ ആണുങ്ങളുള്ള വീട്ടിൽ അറിയാമല്ലോ, അവർക്കും അങ്ങനെ ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങളൊന്നും കാണില്ല. പിന്നെ ആയപ്പോഴത്തേക്കും അവരും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് ഞാനായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റഡായി. പിന്നെ എല്ലാം എടുക്കുന്നതൊക്കെ എടുത്ത സ്ഥലത്ത് വെക്കാനും ഒക്കെ തുടങ്ങി. ഹസ്ബൻഡിൻ്റെ അച്ഛനാണെങ്കിലും ഒക്കെ വീടൊക്കെ എനിക്ക് വൃത്തിയാക്കി ഇടാനും വീട് ഒതുക്കി ഇടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്യുമ്പോൾ എപ്പോഴും ആസ്വദിച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറേ അധികം നമുക്ക് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും എന്നൊക്കെയാണ് പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മൂഡൊക്കെ ഒന്ന് മാറും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും ഒക്കെ നമ്മൾ പോയിട്ട് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുമെന്നാണ് പറയുന്നത്. അതും മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര മടിയുള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ മൂവിയോ ഒക്കെ ടി വിയിൽ വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് തുടങ്ങുക. അപ്പോൾ കുറേശ്ശെ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് അത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ ക്ലീനിങ്ങിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. പിന്നെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നൊരു സംഭവത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഡെയിലി നമ്മൾ വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പോർഷൻ ഇങ്ങനെ കുറേശ്ശെ ചെയ്താൽ മതി. കുറേശ്ശെ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് നമുക്ക് തോന്നും. പിന്നെ നമുക്കങ്ങോട്ട് വൃത്തികേടാക്കി വെക്കാനും തോന്നില്ല കേട്ടോ. നമുക്ക് എപ്പോഴും വൃത്തിയിൽ തന്നെ കൊണ്ട് നടക്കണമെന്ന് തോന്നും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അങ്ങനെ വരുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോളിൻ സ്പ്രേ ആണ്. ആ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് ഞാൻ ഡൈനിങ് ടേബിളും നമ്മുടെ ഒരു ഷോക്കേസും എല്ലാം ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനലിൻ്റെ കണ്ണാടിയും അതൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിം ജെല്ലും ബേക്കിംഗ് സോഡയും വിനാഗിരിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. എന്നാലും കോളിനാകുമ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് കണ്ണാടിയൊക്കെ ഉള്ള ഭാഗത്താണെങ്കിൽ നന്നായിട്ട് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്തായാലും ചിങ്ങമാസം വരാനായിട്ട് പോവല്ലേ, അതിന് മുന്നേ തന്നെ നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ നാട്ടിൽ എൻ്റെ അമ്മയൊക്കെ കർക്കിടക മാസം അവസാനത്തെ ദിവസം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം കഴുകി വീടൊക്കെ നന്നായിട്ട് അടിച്ച് വാരി തൂത്ത് പഴയ രീതി അനുസരിച്ചാണെങ്കിൽ ചാണകമൊക്കെ മെഴുകിയിടുമായിരുന്നു. അമ്മ ചെയ്യുന്നത് എല്ലാ വർഷവും എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ അഴുക്ക സാധനങ്ങളൊക്കെ ഒരുപാട് കാണും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനത്തെ പ്രശ്നം വരില്ല. കാരണം എനിക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇങ്ങനെ എടുത്ത് കളയാറുണ്ട്. ഞാനങ്ങനെ വീട്ടിനകത്ത് അഴുക്ക് പിടിച്ച സാധനങ്ങളൊന്നും വാരിക്കൂട്ടി ഇടാറില്ല. പൊട്ടിയ പാത്രങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കണ്ണാടി, ഫർണിച്ചറിനൊക്കെ കേട് പറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ ഞാനത് മാക്സിമം ഡിസ്പോസ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ തുണികൾ നമ്മുടെ
നമ്മുടെ വീട്ടിൽ ഒരുപാട് അങ്ങനെ വാങ്ങിക്കൂട്ടി ഇടുന്ന ഒരാളല്ല ഞാൻ. എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്ക് പാകമല്ലാത്ത ചെറിയ തുണികളൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ആമിയുടെ തന്നെ നല്ല തുണികൾ അവൾ യൂസ് ചെയ്യാത്തതൊക്കെ ഞങ്ങളിങ്ങനെ ഓർഫനേജിൽ കൊടുക്കും. പിന്നെ തീരെ അഴുക്കായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് പോലുള്ള അഴുക്ക് സാധനങ്ങളൊക്കെ ആണെങ്കിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ അനാവശ്യമായിട്ട് ഇതുപോലുള്ള കുറേ പാത്രങ്ങളും തുണികളും ഫർണിച്ചറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എപ്പോഴും ഡിസ്പോസ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നിങ്ങളതിനെ മാറ്റുക. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ വീട്ടിനുള്ളിൽ എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി കാണും. പിന്നെ ഈ ഒരു ചിങ്ങമാസത്തെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടോ ഒന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മൾ ശീലിച്ച് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിലൊക്കെ ഒരു വിശ്വാസം വന്നു തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അതിൻ്റെ ലീഫൊക്കെ ഒന്ന് നനഞ്ഞൊരു തുണി യൂസ് ചെയ്തിട്ടൊന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഞാൻ ഓരോ സൈഡിലും തുടച്ചപ്പോൾ ഓരോ ടവലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ടവൽ യൂസ് ചെയ്തിട്ടല്ല എല്ലായിടവും തുടച്ചത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീട് വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി പ്രതിഫലിക്കുന്നത് നമ്മളിൽ മാത്രമല്ല, ആ വീട്ടിൽ വരുന്നവരാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും എല്ലാ കുടുംബാംഗങ്ങൾക്കും ആ ഒരു പോസിറ്റിവിറ്റി കിട്ടും കേട്ടോ. പിന്നെ അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് നമ്മൾ വീട്ടമ്മമാർ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എല്ലാവർക്കും ക്ലീനിങ് ചെയ്യാനൊന്നും താല്പര്യം കാണില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ ഇതുപോലെ ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ വീട്ടിലെല്ലാവരും കൂടി ചേർന്നിട്ട് മാസത്തിലൊരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടാം. നമ്മുടെ വീടിൻ്റെ വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. വീട് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നന്നായി സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ഒരു ഓലപ്പുരയായിരുന്നു. ഓല ഇട്ടിട്ടുള്ള സാധാരണ ഒരു ചെറിയ വീടായിരുന്നു. 7ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ പുതിയ വീട് വെച്ചതാണ്. ആ ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേനും എടുത്തത് നിങ്ങൾ കണ്ടത്. നമ്മൾ ചെറിയ വീട്ടിൽ നിന്നും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒറ്റമുറി വീട്ടിൽ വളർന്നു വന്ന ആൾക്കാരാണ് ഞാനും എൻ്റെ അനിയനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു വീടുണ്ടാക്കുന്നതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന്. അപ്പോൾ വീട് വാടക വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും അത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത്. ഞങ്ങൾ ആ ഒരു ഒറ്റമുറി വീട്ടിൽ കിടന്നപ്പോഴും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ എല്ലാം നന്നായിട്ട് അടുക്കി പെറുക്കി ഒതുക്കി എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നിടത്ത് വെച്ചിട്ട് അത്രയും നല്ല വൃത്തിയോട് കൂടിയാണ് ഞങ്ങളുടെ വീട് കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എപ്പോഴും വീടിനെ സ്നേഹിക്കാനും വീട് വൃത്തിയാക്കി വയ്ക്കാനും ഒക്കെ തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒന്നുമില്ലാത്തടത്ത് നിന്നാണ് ഇത്രയൊക്കെ എത്തിയതല്ലേ. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് നമ്മൾ കെട്ടിപ്പടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അത് നന്നായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതിലാണ് കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സോഫ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഞാനൊരു പഴയ ഒരു ടവൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ടേബിളിലേക്കൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയ ഒരു ടവലാണ്. നമുക്ക് നന്നായിട്ട് വീട് ഒരുക്കിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ പൈസയൊക്കെ മുടക്കിയിട്ട് നല്ല ടവലൊക്കെ മേടിച്ചിടാം. ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. പിന്നെ സോഫയൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാനിങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം വീടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് വീട് മൊത്തത്തിൽ ഒന്ന് നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് വീടിനുള്ളിൽ ക്ലീനിങ് എപ്പോഴും ഡെയിലി നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ക്ലീനിങ് ചെയ്ത് ശീലിച്ച് വരിക. പിന്നെ നിങ്ങൾക്ക് ഒട്ടും ക്ലീനിങ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഹസ്ബൻഡിനെയോ മക്കളെയൊക്കെ ഒന്ന് കൂട്ടിന് വിളിക്കാം. അപ്പോൾ അവരോടൊക്കെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവരും കൂടിയൊക്കെ ചേർന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ജോലി ഒന്ന് കുറഞ്ഞ് കിട്ടും. എനിക്കിപ്പോൾ ക്ലീനിങ് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എപ്പോഴും കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഹസ്ബൻഡിനെ കൊണ്ട് ഞാനങ്ങനെ ഒരുപാട് അങ്ങോട്ടൊന്നും ചെയ്യിക്കാറില്ല കേട്ടോ. ഞാൻ ഫാനും AC ഒക്കെ ഹസ്ബൻഡിനെ കൊണ്ടാണ് ക്ലീൻ ചെയ്യിക്കുന്നത്. ഞാൻ തന്നെയാണ് മാക്സിമം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് വേറൊന്നും തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, ക്ലീനിങ് ചെയ്യുമ്പോൾ എനിക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.